എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിൽ കാണിക്കുന്ന വാല്യൂസ് കൃത്യമായിട്ടാണ് കാണിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുവാനുള്ള ഒരു മെത്തേഡിനെ പറ്റിയാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ഫോൾട്ട് ഫൈൻഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് IR ടെസ്റ്റർ. IR ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് വാല്യൂസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഗാ ഓംസിൽ വാല്യൂസ് കാണിക്കാറുണ്ട്. ചില സമയത്ത് 1 മെഗോം കാണും, ചില സമയത്ത് 2 മെഗോം കാണിക്കും, അതിൽ കൂടുതലുള്ള വാല്യൂസ് കാണിക്കും. അതുപോലെ തന്നെ 1 മെഗോമിൽ താഴെയുള്ള വാല്യൂസ് കാണിക്കും. 0.10 മെഗോം കാണിക്കും. 0.10 മെഗോം എന്ന് പറയുമ്പോഴത്തേക്ക് 100 കിലോ ഓമാണ്. ഈ കാണിക്കുന്ന വാല്യൂസൊക്കെ കൃത്യമായിട്ടല്ല കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോൾട്ട് ഫൈൻഡിങ്ങിനെ നന്നായിട്ടത് ബാധിക്കും. കാണിക്കുന്ന വാല്യൂസിൽ എറർ വരുന്നത് പ്രധാനമായും 2 രീതിയിലാണ്. ഒന്ന്, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ IR വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ കാണിക്കും. അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റത്തിൻ്റെ IR വാല്യൂവിനേക്കാൾ കുറവായിട്ടുള്ള ഒരു വാല്യൂ ഈ മീറ്ററിൽ വരുവാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ IR വാല്യൂ ചെക്ക് ചെയ്ത സമയത്ത് 1.01 മെഗോം എന്ന് കാണിക്കുന്നു. അപ്പോൾ 1.01 മെഗോം കാണിച്ചതുകൊണ്ട് നമ്മൾ ആ ഒരു സിസ്റ്റം ഹെൽത്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവിടുത്തെ ശരിക്കും ഉള്ള വാല്യൂ 0.11 മെഗോമാണ്. അതായത് അതൊരു ഫോൾട്ടി ആയിട്ടുള്ള സർക്യൂട്ടായിരുന്നു. പക്ഷേ നമ്മുടെ മീറ്ററിൻ്റെ എറർ കൊണ്ടാണ് ആ ഒരു 1 മെഗോം കാണിച്ചത്. അപ്പോൾ 1 മെഗോം കാണിച്ചു എന്ന് കരുതി നമ്മൾ ആ ഒരു സിസ്റ്റം ഹെൽത്തിയാണ് എന്ന് മനസ്സിലാക്കി ആ വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഫോൾട്ട് നിലനിൽക്കുകയും വീണ്ടും ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഒരു കേസ്. ഇനിയുമുള്ള രണ്ടാമത്തെ കേസ്, നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ വാല്യൂ 0.11 എന്ന് കാണിച്ചു. പക്ഷേ അവിടുത്തെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 1.02 മെഗോം ആയിരുന്നു. പക്ഷേ മീറ്ററിൻ്റെ എറർ കൊണ്ടാണ് 0.1 മെഗോം കാണിച്ചത്. അപ്പോൾ 0.1 മെഗോം കാണിച്ചതുകൊണ്ട് ആ ഒരു സിസ്റ്റം ഫോൾട്ടിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ വീണ്ടും ആ ഒരു IR വാല്യൂവിനെ കൂട്ടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മീറ്ററിൻ്റെ എറർ കൊണ്ട് നമ്മൾ വീണ്ടും കൂടുതൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ജോലികൾ ചെയ്ത് IR വാല്യൂവിനെ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും മീറ്ററിൻ്റെ എറർ കൊണ്ട് ആ ഒരു വാല്യൂവിന് മാറ്റം വരുവാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ വെറുതെ കിടന്ന് ജോലി ചെയ്യേണ്ടി വരും. അപ്പം 2 സംഭവമുണ്ട്. ഒന്ന്, നമ്മൾ ഫോൾട്ട് ക്ലിയർ ചെയ്തു എന്ന് കരുതുന്ന വർക്കിൽ ഫോൾട്ട് നിലനിൽക്കുകയും ഫോൾട്ട് ഉണ്ട് എന്ന് കരുതി ഒരു ഹെൽത്തി ആയിട്ടുള്ള സർക്യൂട്ടിനെ വീണ്ടും നമ്മൾ ക്ലിയർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പം 2 രീതിയിലും അത് നമ്മുടെ വർക്കിനെ നന്നായിട്ട് ബാധിക്കും. നമ്മളെല്ലാവരും ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഈ ഒരു IR ടെസ്റ്റിൻ്റെ 2 പ്രോബുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ 0 കാണിക്കാറുണ്ട്. ഇങ്ങനെ 0 കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഡെഡ് ഷോട്ട് വാല്യൂ കറക്റ്റാണ് കാണിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഡെഡ് ഷോട്ട് വാല്യൂവിന് മുകളിലേക്കുള്ള വാല്യൂസ് 0.01, 0.02, 0.10 അങ്ങനെ അതിന് മുകളിലേക്കൊക്കെ കാണിക്കുന്ന വാല്യൂസ് കൃത്യമായിട്ടാണോ കാണിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ 0 അല്ലാത്ത വാല്യൂസ് ഈ മീറ്ററിൽ കാണിക്കുന്നത് കൃത്യമായിട്ടാണ് കാണിക്കുന്നത് എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു മെത്തേഡുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് റെസിസ്റ്ററുകൾ എടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെയൊക്കെ വാല്യൂസ് നമ്മുടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ സ്മാർട്ട് ക്ലാം മീറ്ററാണ് എടുത്തേക്കുന്നത്. മീറ്റർ ഓൺ ചെയ്യാം. മീറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് മീറ്റർ ഓട്ടോയിലാണ്. നമ്മൾ റെസിസ്റ്റർ മോഡിലേക്ക് മാറ്റാം. ഫാസ്റ്റായിട്ട് റീഡിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മാനുവൽ മോഡിലേക്ക് മാറ്റിയത്. ഈ ക്ലാമീറ്ററെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കാൻ പോവാണ്. ആ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 34.9 കിലോ ഓമാണ് അവിടെ കിട്ടിയത്. 34.98 കിലോ ഓമാണ്. അതിനെ നമുക്ക് മെഗാ ഓമിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് 0.03 മെഗാ ഓമാണ് വരുന്നത്. നമുക്ക് അടുത്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കാം. അടുത്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കുമ്പോഴത്തേക്ക് 119.4 കിലോ ഓമാണ്. 119.4 കിലോ ഓം എന്ന് പറയുമ്പോഴത്തേക്ക് 0.11 മെഗാ ഓമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ 1 മെഗോമിൻ്റെ കുറച്ച് റെസിസ്റ്ററുകൾ സീരീസ് ചെയ്തേക്കുവാണ്. നമുക്കതിൻ്റെ വാല്യൂ ഇവിടെ നോക്കാം. നമ്മൾ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കുവാണ്. ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 മെഗോം കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 3 മെഗോമായി. ഇനി നമുക്ക് 4, 5, 6 ആറാമത്തെ വാല്യൂ നോക്കാം. 6 മെഗോമാണ് കിട്ടിയത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റെസിസ്റ്ററിൻ്റെയൊക്കെ വാല്യൂ IR ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ IR ടെസ്റ്റർ എടുത്തിട്ടുണ്ട്. IR ടെസ്റ്ററിൻ്റെ ഒരു പ്രോബ് റെസിസ്റ്ററിൻ്റെ ഒരു ലീഡിലും അടുത്ത പ്രോബ് റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലീഡിലും കണക്ട് ചെയ്തു.
IR ടെസ്റ്റർ 250 വോൾട്ടിൽ ഓൺ ചെയ്യുവാണ്. നമ്മൾ ടെസ്റ്റ് ബട്ടൺ അടിക്കുന്നു. അവിടെ 0.03 ആണ് വാല്യൂ കിട്ടിയത്. 0.03 മെഗോം. ഇവിടെ നമുക്ക് കിട്ടിയത് 0.03 മെഗോമാണ്. അപ്പോൾ ആ രണ്ട് റീഡിങ്ങും മാച്ചാണ്. നമ്മൾ ടെസ്റ്റർ ഓഫ് ചെയ്യുന്നു. നമുക്ക് അടുത്ത റെസിസ്റ്റർ നോക്കാം. അടുത്ത റെസിസ്റ്റർ നോക്കുന്ന സമയത്ത് 0.11 മെഗോം. ഇവിടെയും 0.11 മെഗോം. രണ്ട് റീഡിങ്ങും മാച്ചാണ്. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണത് ഈ ഒരു സീരീസ് ബഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ ഒരു പ്രോബ് കണക്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റിൽ രണ്ടാമത്തെ പ്രോബ് കണക്ട് ചെയ്യുന്നു. മീറ്റർ ഓൺ ചെയ്യുന്നു. മീറ്റർ ഓൺ ചെയ്തിട്ട് ടെസ്റ്റ് അടിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മെഗോമാണ്. ഇവിടെ കിട്ടിയത് 0.98 മെഗോമാണ്. തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിൽ നോക്കാം. മൂന്നാമത്തെ പോയിന്റിൽ നോക്കുന്ന സമയത്ത് 3.03 മെഗോം. മുമ്പേ നമുക്ക് 1-നേക്കാൾ കുറച്ച് കുറവാണ് കിട്ടിയത്. ഇവിടെ 3-നേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടി. ഈ റെസിസ്റ്ററുകൾക്കൊക്കെ ടോളറൻസ് ഉള്ളതാണ്. അപ്പം ഇത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ രീതിയിലുള്ളൊരു മാറ്റം വരുന്നതാണ്. അത് പക്ഷേ 3 മെഗോം എന്നുള്ളത് 3.03 കാണിച്ചു. അതൊക്കെ വളരെ ചെറിയ എററാണ്. ഇനി നമുക്കിത് ആറാമത്തെ പോയിന്റിൽ കണക്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. ആറാമത്തെ പോയിന്റിൽ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 6 മെഗോമാണ് കിട്ടിയത്. ഇനിയും പലർക്കും ഉള്ളൊരു സംശയമായിരിക്കാം, ഈ പല വോൾട്ടേജ് റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂവിന് മാറ്റം വരുമെന്ന്. നമ്മൾ ആറാമത്തെ തന്നെയാണ് ഇട്ടേക്കുന്നത്. നമ്മളാദ്യം 100 വോൾട്ട് ഇട്ടു. 6 മെഗോമാണ് കിട്ടിയത്. ഇനി നമുക്ക് 250 ഇട്ട് നോക്കാം. 250 ഇട്ടപ്പോഴും 6 മെഗോം തന്നെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 500 ഇട്ടു. 6 മെഗോം തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ 1000 ഇട്ടു. 1000 ഇട്ടപ്പോൾ 5.9. 5.9 6 തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പം എല്ലാ വോൾട്ടേജ് റേഞ്ചിലും ഏകദേശം കറക്റ്റ് റീഡിങ് തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിയത് ഹയർ വാല്യൂ ഉള്ളൊരു റെസിസ്റ്ററാണ്. മൾട്ടി വോൾട്ടേജിൽ ഹയർ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ലോ റേഞ്ചിൽ വരുന്ന റെസിസ്റ്റൻസ് 0.03 മെഗോം വരുന്നത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മളാദ്യം 100 വോൾട്ടിൽ ഇട്ടു. ടെസ്റ്റ് അടിച്ചു. 0.03. നമ്മൾ 250 ഇട്ടു. അതും 0.03. 500 ഇട്ടു. 0.03. 1000 ഇട്ടു. 0.03. അപ്പോൾ 4 വോൾട്ടേജ് റേഞ്ചിലും ഒരേ വാല്യൂ തന്നെയാണ് കിട്ടിയത്. അത് ഹയർ റേഞ്ചിലും ലോവർ റേഞ്ചിലും ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിവിടെ എടുത്തേക്കുന്ന റെസിസ്റ്ററിന് 2 സൈസാണ്. ഇത് ഇത്തിരി വണ്ണമുള്ള സൈസും ഇത് വണ്ണം കുറവുള്ള സൈസുമാണ്. ഇത് 2 വാട്ട് വരുന്ന റെസിസ്റ്ററാണ്. ഇത് 0.25 വാട്ട്. അപ്പോൾ 0.25ഉം 2ഉം നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും 2 വാട്ടിൻ്റെ റെസിസ്റ്റർ തന്നെ എടുക്കുക. ഈ 2 വാട്ട് എന്നുള്ളത് എല്ലാ വാല്യൂസിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് 0.03 മെഗോം, അതായത് 34 കിലോ ഓം. 34 കിലോ ഓം 0.25 വാട്ടിൽ കിട്ടും, അര വാട്ടിൽ കിട്ടും, 1 വാട്ടിൽ കിട്ടും, 2 വാട്ടിൽ കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും 2 വാട്ടിൻ്റെ തന്നെ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹയർ റേഞ്ചിലേക്ക് എടുക്കുമ്പോഴും 2 വാട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്വാർട്ടർ വാട്ടിൻ്റെയൊക്കെ റെസിസ്റ്റർ, അതായത് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 0.25 വാട്ടിൻ്റെയൊക്കെ റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റർ പെട്ടെന്ന് ചൂടാവുകയും ഡാമേജ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. റെസിസ്റ്റർ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാവരും 2 വാട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ ഈ ചെക്ക് ചെയ്ത പോലെ ഒരുപാട് റെസിസ്റ്ററുകൾ എടുത്തൊന്നും ചെക്ക് ചെയ്യേണ്ട. നമുക്ക് ഓൾറെഡി പ്രോബ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ലഭിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ കിലോമിലുള്ള 0.03 മെഗോം 34 കിലോ ഓം അതുപോലത്തെ റേഞ്ചിലുള്ള ഒരു റെസിസ്റ്റർ വാങ്ങുക. പിന്നെ അതിന് തൊട്ട് മുകളിലേക്ക് 0 കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡെസിമൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാല്യൂ വാങ്ങുക. അതിനുശേഷം മെഗോമിൽ വരുന്ന 2 റെസിസ്റ്ററോടെ വാങ്ങി ഒരു ടോട്ടൽ 3-4 റെസിസ്റ്റർ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഒരു സൈറ്റിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ സൈറ്റിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ മീറ്റർ പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാ സ്ഥലത്തും നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും ഇപ്പോഴൊരു സംശയം തോന്നിയിട്ടുണ്ടാവാം, ഈ റെസിസ്റ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂവിൽ എറർ വരില്ലേ എന്നുള്ളത്. ഈ റെസിസ്റ്ററിനൊക്കെ കളർ കോഡുണ്ട്. ആ കളർ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 33 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്ററാണ്. ആ റെസിസ്റ്ററിൽ 4 കളർ കോഡുണ്ട്. അതിൽ 3 ഓറഞ്ചും ഒരു ഗോൾഡനുമാണ് ഉള്ളത്. അപ്പം ഗോൾഡൻ വലത്ത് സൈഡിൽ വരുന്ന രീതിയിൽ റെസിസ്റ്റർ വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ 3 കളറ് ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇടത്ത സൈഡിലുള്ള ചാർട്ടിലേക്ക് നോക്കുക. ഓറഞ്ചിൻ്റെ വാല്യൂ എന്നത് 3 ആണ്. നമ്മുടെ റെസിസ്റ്ററിൻ്റെ ബാൻഡ് 1 3 ആണ്, ബാൻഡ് 2ഉം ഓറഞ്ച് കളറാണ്. അപ്പോൾ അത് 3. അപ്പോൾ ആദ്യത്തെ 2 ബാൻഡുകൾ നേരെ തന്നെ അങ്ങ് എടുത്തെഴുതുക. 3 3 അപ്പോൾ 33 വരും.
അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബാൻഡ് നോക്കുക. മൂന്നാമത്തെ ബാൻഡ് മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ മൂന്നാമത്തെ ബാൻഡ് ഓറഞ്ച് കളറിൻ്റെ മൾട്ടിപ്ലെയർ എന്നത് ഇൻറ്റു 1K ആണ്. അപ്പോൾ 33 എന്ന് എഴുതിയിട്ട് അതിനെ 1K കൊണ്ട് ഗുണിക്കുക. 1K കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് 33 കിലോ ഓമാണ് ലഭിക്കുന്നത്. നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത സമയത്ത് 34 കിലോ ഓമാണ് ലഭിച്ചത്. ഈ ഒരു റെസിസ്റ്ററിന് ടോളറൻസ് ഉണ്ട്. ഗോൾഡൻ കളറിൻ്റെ ടോളറൻസ് ±5% ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 33Kയുടെ 5%-നുള്ളിൽ തന്നെയാണ് 34 കിലോ ഓം വരുന്നത്. അപ്പം നമ്മുടെ റീഡിങ് കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിലും റെസിസ്റ്ററിൻ്റെ വാല്യൂ കൃത്യമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഇലക്ട്രീഷ്യന്മാരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.